പണ്ഡിതരായ ആയിരക്കണക്കിന് പണ്ഡിതരുടെ ഉസ്താദുമാരുമായ ബഹുമാനപ്പെട്ട കള്ളിയത്ത് ശംസുലുലമ കൊട്ടുമല ഉസ്താദ് തുടങ്ങിയുള്ള മഹാന്മാരും പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണിത്. അതിൽ സയ്യിദ് അബ്ദുറഹിമാൻ വാഫക്കി തങ്ങൾ നേതൃത്വം നൽകുകയും ശേഷം കൂടെ PMS പൂക്കോയ തങ്ങൾ അവരുടെ മക്കളും ലാസ്റ്റ് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാൻ അവർകൾ സുന്നിയാണ് എന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ടതില്ല. അതേപോലെ എൻ്റെ അറിവിൽ പെട്ടിടത്തോളം PMS പൂക്കോയ തങ്ങളുടെ മക്കളും സുന്നികളാണ് എന്ന് ഞാൻ ഈ അവസരം എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുകയാണ്. അള്ളാഹു അത് കബൂലാക്കട്ടെ, ആമീൻ. അവരുകള് മജ്‌ലിസിനോടുകൂടെ പ്രഖ്യാപിച്ചത് അതെന്താ? അവരുടെ നാമം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അതിന് ഉത്തരം കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ മഹല്ലിലും അത് നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതാത് മഹല്ലുകളിലുള്ള ഫിത്ന അവസാനിക്കട്ടെ, നീങ്ങിപ്പോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പ്രഖ്യാപിച്ചതാണ് മജ്‌ലിസ് നൂർ. അത് മുസ്ലിം സമൂഹം കേരളത്തിൽ എന്ന് മാത്രമല്ല അത് ഏറ്റെടുക്കുകയും അനേകം മഹല്ലുകളിൽ അത് നടപ്പിലാക്കുകയും അതുകൊണ്ട് പല നേട്ടങ്ങളും ഉപകാരങ്ങളും ജനങ്ങൾക്ക് സിദ്ധിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ആ മഹല്ലുകളിലുള്ള മജ്‌ലിസ് നൂറുകളിൽ നിന്ന് മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് ധാരാളം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ അവരെയെല്ലാം ഓർക്കുന്നത് വളരെ നല്ലതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഞാൻ അതിന്റെ തെളിവുകളൊന്നും ഇവിടെ ഉദ്ധരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അത് ഏറ്റെടുത്ത് നടത്തുകയും ഭംഗിയായ നിലയിൽ അന്യോന്യം കുത്താതെ ഗീബത്ത് നമീമത്ത് പറഞ്ഞ് നടക്കാതെ കലക്കത്തിൽ മീൻ പിടിക്കാൻ നടക്കാതെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അല്ല ദീനാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ബദരീകളെ മുൻനിർത്തിക്കൊണ്ട് ഈ സമയത്ത് നമുക്ക് ചോദിക്കാനുള്ളതും അതാണ്. സമൂഹം ഛിന്ന ഭിന്നമാവാതെ ഒരല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന ഒരു കലിമയിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും ഒന്നിച്ച് ആക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാഹ്. ആലിമീങ്ങളുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാഹ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ സംഘടന അതിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. അതിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. അതിന്റെ ഉലമാ ഇടയിൽ ഭിന്നത വരല്ലേ അല്ലാഹുവേ. ഈ ദുനിയാവ് നിലനിൽക്കുന്ന കാലത്തോളം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അന്തസ്സോടെ നീ പോറ്റണേ അല്ലാഹ്. അതിന്റെ ലക്ഷ്യം രാഷ്ട്രീയമല്ല, അല്ലാഹുവിന്റെ ദീൻ മാത്രമാണ്. അതുകൊണ്ട് അതേ രൂപത്തിൽ പ്രവർത്തിക്കാനും അതിനെ സഹായിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ചുരുക്കി